ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഇടിയപ്പമാണ്. അപ്പം നല്ല സോഫ്റ്റ് ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. ഇത് 4 കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യം. 4 കപ്പ് വെള്ളം ഗ്യാസിൽ വെച്ച് നമ്മൾ ഇച്ചിരി ഉപ്പും ഇടുക, കുറച്ച് ഗീയും ഇട്ടിട്ട് അത് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷമാണ് നമ്മൾ റൈസ് ഫ്ലോർ ഇടുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്ന അജ്മീയുടെ ഇടിയപ്പപ്പൊടിയാണ്. ഇത് അജ്മീയുടെ റൈസ് ഫ്ലോർ. അപ്പോൾ അത് 2 കപ്പ് നമ്മൾ എടുത്തിട്ട് അത് നമ്മൾ ഈ ചൂടുവെള്ളത്തിലേക്ക് മിക്സ് ചെയ്യണം. ഇത് നമുക്ക് ഈ 2 കപ്പ് ഒരുമിച്ചിടുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊരു സാവധാനം ഇളക്കുക. ഇളക്കിയിട്ട് ഒരു 2 സ്പൂൺ ഗീയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ വയ്ക്കുക. ഇച്ചിരി ചൂടൊന്ന് മാറുന്ന വരെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് ഗീ തേച്ച് കൊടുക്കുക. ഗീയോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മറ്റേ പീച്ചാൻ വേണ്ടി, അതിന് പീച്ചെന്നാണ് അതിൻ്റെ പറയുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന അത് ചെറിയ ഹോൾസ് ഉള്ളതാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ അതിലാണ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു കുഴക്കട്ട പോലെ ഇങ്ങനെ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒത്തിരി അങ്ങ് കുത്തിക്കയറ്റരുത്. നമ്മൾ അത് കുറച്ച് കണ്ടത് ഇത്രയും ഒരു ഗ്യാപ്പ് ഇട്ട് വെച്ചേക്കണം. എന്നാലേ നമുക്ക് അടയ്ക്കാനൊക്കെ അല്ലെങ്കിൽ അത് ടൈറ്റായിട്ടിരിക്കും. പിന്നെ അതങ്ങ് അടച്ചിട്ട് നമുക്ക് അത് പതുക്കെ ഇങ്ങനെ പീച്ചുക. എനിക്കറിയില്ല, നമ്മുടെ ഭാഷയിൽ ഞങ്ങൾ പീച്ചുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ പീച്ചെടുക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് തേങ്ങാപ്പീര വയ്ക്കുക. അതിങ്ങനെ പിന്നെ അതിൻ്റെ മേളിൽ പിന്നെ ഒന്നുകൂടെ പീച്ച് വയ്ക്കുക. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പീച്ചുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു വിരൽ വെച്ച് മാത്രം ഇങ്ങനെ കറക്കാൻ പറ്റും. അത്ര സോഫ്റ്റായിട്ടായിരിക്കും. സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് ചിലർക്ക് ഇങ്ങനെ ഇത് ഭയങ്കര ടൈറ്റായിട്ട് വരുന്ന നമ്മൾ ഇത് ചെയ്യുമ്പോൾ പീച്ചുമ്പോൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് കണ്ടോ ഭയങ്കര സോഫ്റ്റ്. ഞാൻ ഒരു വിരലിലിട്ടാൽ നമുക്കത് കാണാം. വിരൽ മാത്രം ഉപയോഗിച്ച് ഇങ്ങനെ പീച്ചാൻ പറ്റും. അത്ര സോഫ്റ്റായിട്ട് നമുക്ക് കൈവേദനയൊന്നും എടുക്കത്തില്ല. പെട്ടെന്ന് നമുക്ക് ഇടിയപ്പം ആക്കാം. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധാരണ പണ്ടൊക്കെ ഇച്ചിരി പാടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ അജ്മിയുടെ ഈ ഇടിയപ്പപ്പൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ അജ്മിക്ക് ബ്രാൻഡ് പ്രൊമോഷനൊന്നുമല്ല, പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞാൽ നിങ്ങളോട്. പിന്നെ ഇത് നമ്മൾ സ്റ്റീം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇടിയപ്പം റെഡി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.